ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്നൊരു നല്ല മോഡൽ സൽവാറിൻ്റെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു വലിയ വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ക്രോസായിട്ട് മടക്കി വെക്കണം. ഡബിളായി എടുത്തിട്ട് ഇതേപോലെ ക്രോസായിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം വലിയ വീതി തുണിയായതുകൊണ്ട് ഞാൻ കുറച്ച് തുണിയേ എടുത്തുള്ളൂ. ഏകദേശം 1 മീറ്റർ തുണിയേ എടുത്തുള്ളൂ. ഏകദേശം 48 ഇഞ്ച് വീതിയുണ്ട് തുണിക്ക്. അതുകൊണ്ട് തന്നെ തുണി കുറച്ചേ വേണ്ടൂ. അപ്പോൾ ഇതിന് ഒരു 28 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഏകദേശം 33 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ടേബിൾ ഇച്ചിരി വീതി കുറവാണ്, അതുകൊണ്ടാണ് കുറച്ച് മുഴുവനായിട്ടും കാണിക്കാൻ പറ്റാത്തത്. എങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ അവിടെ നിന്ന് റൗണ്ടായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലെ കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേ പറഞ്ഞു, ഡബിൾ പീസ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ സെൻറ്ററിലൊരു കട്ട് കൊടുത്ത് നിവർത്തിയിടുക. ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം സെൻറ്റർ പിടിച്ചൊന്ന് മാർക്ക് ചെയ്യും. കറക്റ്റ് സ്കെയിൽ വെച്ച് സെൻറ്ററിലേക്കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഒരു ഭാഗം ഇതേപോലെ ഏകദേശം ഒരു 6 ഇഞ്ച് വെച്ചിട്ട് ഒരു ഭാഗം ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് വെച്ച് 1 ഇഞ്ച് വീതിക്ക് മാർക്ക് ചെയ്യുക. ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യാം. അതിലേക്കൂടെ റൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് 2 പീസും അതേപോലെ കട്ട് ചെയ്ത്. പിന്നെ അകമ്പുറമുള്ള തുണിയുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അകംഭാഗം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ബെൽറ്റാണ് ആവശ്യം. അപ്പോൾ അതിന് ബെൽറ്റിന് വേണ്ടി വേണ്ടിയിട്ട് ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബെൽറ്റ് ഒരു 34 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. 34 ഇഞ്ച് നീളത്തിൽ. അപ്പോൾ 17 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 17 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം.
നമുക്കൊരു 6.5 ഇഞ്ച് ഇതിൻ്റെ ബെൽറ്റ് വീതി ആവശ്യമുണ്ട്. മുകളിലത്തെ വശം എലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് കൂട്ടി മാർക്കണം. അപ്പോൾ ഒരു 8.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. 8.5 ഇഞ്ച് വീതിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ എലാസ്റ്റിക്കാണ് വെക്കുന്നത് മുകളിലത്തെ ഭാഗം. അപ്പോൾ അത് 17 ഇഞ്ച് 8.5 ഇഞ്ച് വീതിയിൽ കഷ്ണം കട്ട് ചെയ്ത് നേരെ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവുകയാണ്. സ്റ്റിച്ചിങ് 2 പീസും ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ചെറുതായിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതിന് ശേഷം ഇത് അടിമറിച്ചെടുക്കുക. ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അതിനുശേഷം സൈഡ് ഭാഗം മടക്കിയടിക്കേണ്ടതായിട്ടുണ്ട്. അടിവശം അതുപോലെ തന്നെ ഡബിളായി മടക്കിയിട്ട് രണ്ട് വശവും അതേപോലെ തയ്ച്ചെടുത്ത് രണ്ട് വശം ഇതേപോലെ മടക്കിയെടുത്ത് അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു ലേസ് വെക്കാനുണ്ട്. ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കണം. ലേസ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഒരുപാട് മാത്രമേ വെക്കുന്നുള്ളൂ. മോഡൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ലേസ് വെക്കുന്നത്. ഇനി ലേസ് വെക്കാണ്ട് ഈ മോഡൽ സൽവാർ തയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു വശം മാത്രമേ ഇപ്പോൾ ലേസ് വെക്കുന്നുള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെ രണ്ട് വശം ലേസ് വെക്കുക. അതിനുശേഷം ഇതേപോലെ വെച്ചിട്ട് അവിടെ നിന്നൊരു 1.5 ഇഞ്ച് ഇട്ട് മാർക്ക് ചെയ്യുക. താഴത്തെ വശം ഒരു 6 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും
ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ പാൻറ്റിൻ്റെ ഏകദേശ രൂപമായി. ഇനി നമുക്കതിൻ്റെ ബെൽറ്റ് പിടിപ്പിക്കണം. അതിൻ്റെ അടിവശം ലേസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കാല് വരുന്ന വശം ലേസ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ ബെൽറ്റ് തയ്ക്കുവാണ്. ബെൽറ്റ് അത് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട്, ബെൽറ്റിന് കണക്കായിട്ട് നമ്മൾ ഇതിന് ഫ്രില്ലിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം അതിന് പാൻറ്റിന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 4 ഭാഗമാക്കിയിട്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് ഫ്രില്ലിടുക. ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ എലാസ്റ്റിക് തയ്ക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കും വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഫ്രില്ലിട്ട് തീർന്നു. ഇനി നമ്മളതിൻ്റെ ബോഡി ഫിറ്റ് ചെയ്യാണ്.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തയ്ക്കേണ്ടത് എലാസ്റ്റിക്കാണ്. അപ്പോൾ എലാസ്റ്റിക് ഞാൻ ആദ്യം പറഞ്ഞു ഇത് 34 ഇഞ്ച് കമ്മറുള്ള പാൻ്റാണ്. അപ്പോൾ അതിന് നമ്മൾ 17 ഇഞ്ച് നീളത്തിൽ എലാസ്റ്റിക് എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ് ഏറ്റവും ഈസിയായിട്ട് എലാസ്റ്റിക് എങ്ങനെ തയ്ക്കാമെന്നുള്ളതാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തയ്ച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ ഒന്ന് വലിച്ചിളക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവിടെയും ഒരുപോലെ വന്ന് നിൽക്കും. അതിന് ശേഷം ഒരു തയ്യൽ അതിൻ്റെ മുകളിലേക്കൂടെ വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്.